നമസ്കാരം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത് 2026 കേരള PSC ഓരോ ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എന്തെല്ലാമാണ് വച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 7ാം ക്ലാസ്സുകാർക്ക് എന്ത്, ഡിഗ്രിക്കാർക്ക് എന്ത്, +2കാർക്ക് എന്ത്, SSLC ഉള്ളവർക്ക് എന്ത്. സോ അങ്ങ് 7ാം ക്ലാസ് മുതൽ SSLC വരെ, +2 വരെ, ഡിഗ്രി ഉള്ളവരെ പല യോഗ്യതകളിലേക്ക്, പല പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് കേരള PSC 2026 വിളിച്ചിട്ടുള്ളത്. 2025 റെക്കോർഡ് ഒഴിവുകളിലേക്കാണ് ആൾക്കാർ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഒഴിവുകളിലേക്ക് ആൾക്കാർ എടുത്തിട്ടുണ്ട്. 2026 അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ഒഴിവുകളിലാണ് ആളുള്ളത്. അവസാനം വരെ വീഡിയോ കാണുക. ഏറ്റവും അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും 2026 PSC തീരെ പുറകോട്ടല്ല. ഇനിയും കേരള സർവീസിലേക്ക്, കേരള ഗവൺമെന്റ് സർവീസുകളിലേക്ക് ഇനിയും ഒഴിവുകൾ വരും. അതിന് ഏതിനെല്ലാം ഒരുമിച്ച് പഠിക്കാം, ഏതിനെല്ലാമാണ് കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവുക, ഏതെല്ലാം ഡിഗ്രി ആണെങ്കിൽ, +2 ആണെങ്കിൽ, ഇപ്പൊ ഡിഗ്രിക്കാരന് ഡിഗ്രിയും എഴുതാം, +2 എഴുതാം, 10ാം ക്ലാസ് എഴുതാം. സോ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം ഒഴിവുകൾക്ക് വേണ്ടി ഒരുമിച്ച് പരിശ്രമിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റില്ലേ? പറ്റും. സോ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ നോക്കാം. നമുക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് ആണ്. ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് അല്ലെങ്കിൽ LGS. കമ്പനി ബോർഡ് LGS വിളിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഒഴിവുകളിലേക്ക്, 3000ന് മുകളിൽ ഒരുപാട് ഒഴിവുകളിലേക്ക് വിളിക്കുന്ന ഒരു പരീക്ഷയാണ്. പക്ഷേ ആ പരീക്ഷയ്ക്ക് എന്തുണ്ട്? ഒരു പ്രിലിമിനറി എക്സാമും ഒരു മെയിൻ എക്സാമും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, ജൂലൈ എന്ന് പറയുന്ന മാസത്തിലേക്ക് ഇനി 6 മാസം കൂടി ഉണ്ട്. സോ പ്രിലിമിനറിക്ക് 6 മാസം, അതിനുശേഷം ഒക്ടോബറിലാണ് മെയിൻസ് വരുന്നത്. സോ ഇത്രയും സമയം, ഏകദേശം 10 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡി ടൈം ടേബിൾ വെച്ച്, വ്യക്തമായ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കാൻ പറ്റുന്ന 7ാം ക്ലാസ് ലെവലിലുള്ള ഒരൊറ്റ പരീക്ഷ. അതുകൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല. 10ാം ക്ലാസ്സിലും ഈ പറയുന്ന അവസരങ്ങൾ ഉണ്ട്. എവിടെ വരുന്നേ നോക്കിക്കോളൂ. പ്രിസൻസില്, നമ്മൾ ജയിൽ എന്ന് വിളിക്കുന്ന പ്രിസൻസില് അസിസ്റ്റന്റ് ഫീമെയിൽ പ്രിസൺ ഓഫീസർ ഉണ്ട്. അതുകഴിഞ്ഞ് സിവിൽ എക്സൈസ് ഓഫീസർ, ഡ്രൈവർ ഉണ്ട്. ഡ്രൈവർക്ക് എന്തുകൂടെ വേണം? SSLCയുടെ കൂടെ എന്താ 3 ഇയേഴ്സിന്റെ ഡ്രൈവിംഗിന്റെ എക്സ്പീരിയൻസ് കൂടെ വേണം. അതിനുശേഷം കാണാം ഫോറസ്റ്റ് ഡ്രൈവർ വന്നിരിക്കുന്നു, സ്റ്റോർമാൻ, LDC. ഇത് രണ്ട് ഒരുപാട് ഒഴിവുകളിലേക്ക് വിളിക്കുന്ന പരീക്ഷയാണ്. ഈ 2 പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകത എന്താ? നമ്മുടെ LGSന്റെ കൂടെ തന്നെ, ഞാൻ നേരത്തെ കാണിച്ച LGSന്റെ കൂടെ തന്നെ ഈ 2 പരീക്ഷകളുടെയും പ്രിലിമിനറി കണ്ടക്ട് ചെയ്യും. സോ ആലോചിച്ച് നോക്കുക, LGSന്റെ ലെവല് LDC പോലെ തന്നെ ആയിരിക്കും. ആ സെയിം ലെവലിലുള്ള പേപ്പർ ആയിരിക്കും, പക്ഷെ ഒഴിവുകൾ കൂടുതലായിരിക്കും. ഓക്കെ. സോ കട്ട് ഓഫ് ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ സെയിം പരീക്ഷ ആയിരിക്കും. ആ നിലവാരത്തിൽ തന്നെ വേണം പഠിക്കാൻ എന്നുള്ളത് ഓർക്കുക. സോ അതിന്റെ മെയിൻസ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലാണ്. ഓക്കെ. അതിനുശേഷം പിന്നെ 10ാം ക്ലാസ് ലെവലിൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വിളിക്കുന്നുണ്ട്. അതിന് ടൈപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ വേണം കേട്ടോ. SSLC മാത്രം പോരാ. അത് എവിടെ വിളിക്കുന്ന? വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുന്നുണ്ട്. കേരള ഗവൺമെന്റ് കീഴിലുള്ള പല ഡിപ്പാർട്ട്മെന്റിലേക്കും ടൈപ്പിസ്റ്റ് വിളിക്കുന്നുണ്ട്. ഒരുപാട് ഒഴിവുകളിലേക്ക് വിളിക്കുന്ന. അതിന്റെ താഴെ ഒന്നും എന്താ? കമ്പനി ബോർഡുകളിലേക്കുള്ള ടൈപ്പിസ്റ്റ്. ഇതിനെല്ലാം നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതിന് താഴെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. നോക്കുക, എത്ര പരീക്ഷകളാണ് 10ാം ക്ലാസ് തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ജനറൽ ആയിട്ട് PSC വിളിച്ചിട്ടുള്ളത്. ഇതിൽ ടൈപ്പിസ്റ്റും ഡ്രൈവറും ഒഴിച്ചാൽ ബാക്കിയെല്ലാം ജനറൽ PSCയിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് വേറെ എക്സ്പീരിയൻസോ പ്രത്യേകിച്ച് വേറെ ക്വാളിഫിക്കേഷൻസോ ഒന്നും വേണ്ട. സോ ആലോചിക്കുക, ഈ LGS എന്ന് പറയുന്ന പരീക്ഷ, അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും പഠിക്കാം. LDC പഠിക്കാം, സ്റ്റോർമാൻ പഠിക്കാം, ഡ്രൈവറിന്റെ ക്വാളിഫൈ ചെയ്തവർക്ക് ഡ്രൈവർ പഠിക്കാം, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ കാര്യങ്ങൾ പഠിച്ചെടുക്കാം. ടൈപ്പിസ്റ്റ് 2 ഉണ്ട്, ടൈപ്പിസ്റ്റ് ഒരുമിച്ച് വെച്ച് പഠിക്കാം. സോ 10ാം തല യോഗ്യത മാത്രമുള്ളവർക്ക് ഏകദേശം എത്ര ഒഴിവുകൾ ഉണ്ടാവും? നിങ്ങൾ തന്നെ കണക്ക് കൂട്ടുക. എത്ര ഒഴിവുകൾ PSC 10ാം തലത്തില് 10ാം ക്ലാസ് മാത്രം ഉള്ള കുട്ടികൾക്ക് എത്രത്തോളം ഒഴിവുകൾ PSC നമ്മുടെ മുന്നിൽ വെച്ചിരുന്നുണ്ട് നോക്കുക. ഈ പറയുന്ന പോലെ LGS എഴുതാം, LDC എഴുതാം, സ്റ്റോർമാൻ എഴുതാം, പ്രിസൺ ഓഫീസർ എഴുതാം, താഴോട്ട് പോയി കഴിഞ്ഞാൽ VF എഴുതാം. ഇനി നിങ്ങൾക്ക് ടൈപ്പ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങളുടെ ഒഴിവുകളുടെ എണ്ണം കൂടുകയാണ് അല്ലെ? സോ ഏകദേശം 3000, 4000, 5000 ഒഴിവുകളിലേക്കുള്ള എക്സാമുകളാണ് നടക്കാൻ പോകുന്നത്. ഒരൊറ്റ പഠനത്തിലോടുകൂടി ഇത്രയും അവസരങ്ങൾ 10ാം തലക്കാർക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി നിങ്ങൾ 10ാം ക്ലാസ്സുകാരനല്ല, നിങ്ങൾ എന്തും കൂടിയാണ്, നിങ്ങൾക്ക് +2 ലെവൽ യോഗ്യതയും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. CPO താല്പര്യമുള്ളവർക്ക് CPO വരുന്നുണ്ട്.
വുമൺ CPO എക്സാം വരുന്നുണ്ട്, സിവിൽ എക്സൈസ് എക്സാം വരുന്നുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാം വരുന്നുണ്ട്. ഇതെല്ലാം എല്ലാ കൊല്ലവും നടത്തുന്ന പരീക്ഷകളാണ്, ഇയർലി നടത്തുന്ന പരീക്ഷകളാണ്. സോ ഇന്ന് ഞാൻ ഇതിനു വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത തവണ എനിക്ക് ഒന്നും കൂടെ ആ യോഗ്യത ഉണ്ടാവില്ലേ? അടുത്ത തവണ എനിക്ക് ഒന്നും കൂടെ ആ പരീക്ഷ എഴുതാൻ പറ്റില്ലേ? സോ എന്റെ പഠനം വെറുതെ ആവുന്നുണ്ടോ? ഇല്ല. എല്ലാ കൊല്ലവും എന്റെ വയസ്സ്, എന്റെ പ്രായം തീരുന്നത് വരെ, അല്ലെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷന്റെ പ്രായം തീരുന്നത് വരെ ഈ ഫോഴ്സിലുള്ള പരീക്ഷകളെല്ലാം എനിക്ക് എഴുതാം. ഒരൊറ്റ തവണ നല്ലൊരു കോച്ചിങ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തീരുന്നില്ല. അതാ വീണ്ടും ഡ്രൈവർ അവിടെ വരുന്നു, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് വരുന്നു, WCPO വരുന്നു. ഓക്കെ, WCPO 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, ക്ഷമിക്കണം. സോ ഇത്രയും ഒഴിവുകൾ +1 +2 ഉള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ഒഴിവുകളും ഇതിന്റെ പുറകുള്ള ഈ 10th ഒഴിവുകളും ഇതെല്ലാം എഴുതാൻ പറ്റും. എത്രത്തോളം ഒഴിവുകളാ, എത്രത്തോളം സാധ്യതകളാ. ഇതിനെല്ലാം പരീക്ഷകൾ നോക്കൂ. ജൂലൈയിൽ വരുന്ന പരീക്ഷകളാണ് ഏറ്റവും ലേറ്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും ലേറ്റ് ആയിട്ട് ഒക്ടോബറിൽ, സെപ്റ്റംബറിൽ, ജൂലൈയിൽ ഏകദേശം 5-6 മന്ത്സിന് അപ്പുറമാണ് ഇതൊക്കെ സംഭവിക്കാൻ തന്നെ പോകുന്നത്. സോ ഇപ്പൊ തുടങ്ങിയ നിങ്ങളുടെ സമയം ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഇല്ല, 6 മാസം എന്ന് പറയുമ്പോൾ അത്ര 6 3 18 180 ദിവസത്തോളം പഠിക്കാനുള്ള സിലബസിൽ സമയമുള്ള 12th ലെവൽ. ഇനി ഡിഗ്രിക്കാർക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? കുറച്ചൊന്നും ഒഴിവുകളല്ല 2006 വരാൻ പോകുന്നത്. ഇവർക്ക് +2 ഉണ്ടാവും, ഇവർക്ക് 10 ഉണ്ടാവും. സോ എത്രത്തോളം ഒഴിവുകളിലേക്കാണ് നിങ്ങൾ മത്സരിക്കുന്നത്? 10,000-ന് മുകളിൽ ഒഴിവുകളിലേക്കാണ് നിങ്ങൾ മത്സരിക്കുന്നത് എന്നൊരു ധാരണ കൂടെ നിങ്ങൾക്ക് വേണം. 10,000-ന് മുകളിൽ ഒഴിവുകളിലേക്കാണ് നിങ്ങൾ മത്സരിക്കുന്നത് എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം. ഇത്രയും ഒഴിവുകൾ നിങ്ങൾക്ക് തന്നെ LDC എഴുതാം, നിങ്ങൾക്ക് തന്നെ +2 ലെവൽ എഴുതാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റും. ഇവിടെ നോക്കുക, സ്പെഷ്യൽ ബ്രാഞ്ച് SBCID ആണ് കേട്ടോ. SBCID സ്പെഷ്യൽ ബ്രാഞ്ച് CID. അതിന്റെ താഴെ എക്സൈസ് വരുന്നു, സബ് ഇൻസ്പെക്ടർ. ഇതെല്ലാം എല്ലാ കൊല്ലവും നടത്തുന്നതാ. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ എക്സാം 3 കൊല്ലം മുന്നേ നടത്തിയതാണ്, അത് വീണ്ടും വന്നു. ജൂനിയർ അസിസ്റ്റന്റ് വരുന്നു, ജൂനിയർ അസിസ്റ്റന്റ് PSU NSSലേക്കുള്ള പരീക്ഷകൾ വരുന്നു. ആംഡ് SI വരുന്നു, SI ട്രെയിനി വരുന്നു. താഴെ അസിസ്റ്റന്റ് ജയിലർ വരുന്നു, അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നു. അതിന്റെ താഴെ എന്താ? ഡയറക്ടർ നാഷണൽ സേവിങ്സ്. ഈ അസിസ്റ്റന്റ് ഏതാണ്? കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ്. സോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നു, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരുന്നു, SI വരുന്നു, ജയിലർ വരുന്നു, എക്സൈസ് വരുന്നു, NSSന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പരീക്ഷ വരുന്നു, കാറ്റിന്റെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ പരീക്ഷ വരുന്നു. എത്രത്തോളം ഡിഗ്രി ഒഴിവുകളാണ് നമുക്ക് എഴുതാനുള്ളത്? സോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്ന ആ ആള് കുറച്ചും കൂടെ വിപുലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് VFA എഴുതാൻ പറ്റും, അയാൾക്ക് LDCക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഒരൊറ്റ അടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരൊറ്റ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ അങ്ങ് 7ാം ക്ലാസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 7, 10, 12 ഡിഗ്രി ലെവൽ ഇത്രത്തോളം പരീക്ഷകളാണ് PSC തവണ ഒരുക്കി വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം വിളിച്ചതിനേക്കാൾ കൂടുതൽ പരീക്ഷ ഈ തവണ ഉള്ളത്. കാര്യം എന്താ? യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതിന് മുന്നേ നടത്തിയിട്ട് ഏകദേശം അടുത്ത കൊല്ലത്തേക്ക് 3 കൊല്ലവും. 3 കൊല്ലത്തെ ഒരു റൗണ്ടിലാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, അതുപോലെ ജയിലർ പോലുള്ള പരീക്ഷകൾ നടത്തുന്നത്. ഇനി അടുത്ത കൊല്ലം ഈ തവണ സെക്രട്ടേറിയറ്റ് എക്സാമിന്റെ ഡിഗ്രി എല്ലാ എക്സാമിന്റെ കൊല്ലമായിരുന്നു 2025. അടുത്ത കൊല്ലം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൊല്ലമാണ് 2026. അതിനുശേഷം LSTD വന്നേക്കാം, പഞ്ചായത്ത് സെക്രട്ടറി വന്നേക്കാം, ഉറപ്പൊന്നുമില്ല, വന്നേക്കാം. സോ ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ കയറി പറ്റുക, വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത്രയും പരീക്ഷകൾ ഉണ്ടെന്ന് മനസ്സിലായി, ഇത്രയും സമയം ഉണ്ടെന്ന് മനസ്സിലായി. ഏത് പരീക്ഷ എടുത്താലും മിനിമം 5 മാസം ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പഠിക്കാൻ വേണ്ടിയിട്ട്. ചില പരീക്ഷകൾക്ക് 6, 7, 8 മാസം വരെ കിട്ടുന്നുണ്ട്. അതിന്റെ മെയിൻസ് ഒക്ടോബറിലാണ് വരാൻ ഉദ്ദേശിക്കുന്നത് തന്നെ. ഒക്ടോബറിലോ നവംബറിലൊക്കെ ആയിരിക്കും. സോ നമുക്ക് മനസ്സിലായി മിനിമം 150 ദിവസം ഇല്ലാത്ത പരീക്ഷകൾ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ വേണ്ടത്? ഇനി വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് വേണ്ടത്. പറഞ്ഞു തരാൻ പറ്റിയ അധ്യാപകരാണ് വേണ്ടത്. അതുപോലെ മെന്റർഷിപ്പ്. എങ്ങനെ പഠിക്കാം, എങ്ങനെ കാര്യങ്ങൾ. ഇപ്പൊ ഈ പരീക്ഷകൾ ഡിഗ്രിക്കുള്ള പരീക്ഷകളാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ഈ പരീക്ഷകൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ? ഇതിന്റെ ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ ഒരുമിച്ച് കടക്കാൻ പറ്റുമോ? അതിന്റെ മെയിൻസിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും? തൽക്കാലം മെയിൻസിന് സിലബസ് വന്നിട്ടില്ല, എന്നാലും പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഓഗസ്റ്റ് ജൂലൈ വരെയുള്ള പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സമയം എങ്ങനെ ചെലവഴിക്കാം, എങ്ങനെ മാക്സിമം സമയം പഠനത്തിലേക്ക് മാറ്റാം, അതെല്ലാം പറഞ്ഞിരുന്ന പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകര്, അതിന് വേണ്ട സ്റ്റഡി പ്ലാൻ, അതിന് വേണ്ട മെന്റർഷിപ്പ് കൃത്യമായിട്ട് എത്തിക്കുന്ന ബാച്ചുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഇനി ചൂസ് ചെയ്യുക. 2026 നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിക്കാൻ പോകുന്നത്? LGSന്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്, ഡ്രൈവറിന് പ്രത്യേകം ക്ലാസ്സുകൾ വരുന്നുണ്ട്, CPO, വുമൺ CPO, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഇങ്ങനെ ഒരുപാട് പരീക്ഷകൾ വരുമ്പോൾ ഈ ഓരോ പരീക്ഷകളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കി, ഏതെല്ലാം ഒരുമിച്ച് പഠിക്കാമെന്ന് മനസ്സിലാക്കി, ഒരൊറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന PSC പരീക്ഷകളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലേ? എത്രത്തോളം ഒഴിവുകളാ? ഒരു ഡിഗ്രി ഉള്ള ആൾക്ക് 10,000-ന് മുകളിൽ ഒഴിവുകളാണ് അടുത്ത കൊല്ലം PSC കാത്തു വെച്ചിട്ടുള്ളത്. സോ അത് നമുക്ക് നേടണ്ടേ? 2026 എങ്ങനെ പഠിക്കാം, എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം, ഒരു മെന്റർ സപ്പോർട്ടോട് കൂടിയിട്ട് ഇതെല്ലാം പഠിക്കാൻ നമുക്ക്
CCD ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സും വരുന്നുണ്ടാവും. നിങ്ങൾ കാണുന്നവർ തന്നെ ആയിരിക്കും. എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്ഡേറ്റ്സ് നമ്മുടെ കൂടെ പോവുക. പിന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളെല്ലാം ആഡ് ആവുക. നമ്മൾ മാക്സിമം കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്സ് എല്ലാം കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ അതിന്റെ ഭാഗവാക്കാവുക. സോ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കൂടെ ചേരുക. 2026 ഒരു ജോലിയോട് കൂടെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.